ഇത് നമ്മുടെ 3/5 mm റൂഫിംഗ് ഷീറ്റ്, സാധാ റൂഫിംഗ് ഷീറ്റ്. സൗണ്ട് കേട്ടല്ലോ. ഇത് വരുന്ന സമയത്തേക്ക് JJ റൂഫിങ്ങിന്റെ കൂൾ റൂഫിംഗ് ഷീറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് JJ റൂഫിങ്ങിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഷാൻ ചെസ് ഉണ്ട് അല്ലെ, ഡയറക്ടറാണ് കമ്പനിയുടെ. അപ്പോൾ മെമ്മറബിൾ ഗ്രൂപ്പിന്റെ ഡയറക്ടറാണ്, വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പാലയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കൂൾ റൂഫിന്റെ കുറച്ച് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ ഉണ്ടാക്കുന്ന കുറച്ച് പ്രൊഡക്റ്റ് കാണിക്കാൻ വേണ്ടി പോകും. നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാനും ഒപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാണ്ട് നമ്മുടെ ഈ ഒരു കൂൾ റൂഫിനെ പറ്റി തന്നെ ആദ്യം തന്നെ സംസാരിക്കാൻ വേണ്ടി. ഓക്കെ, ഇതെന്താണ് പ്രോഡക്റ്റ്, എന്തുകൊണ്ട് നമ്മൾ സാധാരണ റൂഫിംഗ് ഷീറ്റ് ഇത് റീപ്ലേസ് ചെയ്യണം, എവിടെയൊക്കെ അപ്ലൈ ചെയ്യണം? ഇത് ബേസിക്കലി പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ റൂഫിംഗ് ഷീറ്റ് ഉണ്ടല്ലോ, നോർമൽ റൂഫിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ചൂടുകാലത്ത് വേനൽക്കാലത്ത് ഭയങ്കര ചൂടാണ്. ഉള്ളിലൊരു നമ്മുടെ ഒരു സ്റ്റീൽ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ അതിന്റെ അകത്ത് നമ്മളൊരു ഓവൻ മാതിരിയാണ്, നമ്മളിരുന്ന് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ബേക്ക് ചെയ്യുവാണ്, അതുപോലെ ചൂടാവും. ആ സെയിം സാധനം നമുക്ക് ഈ XLP വെച്ച് ചൂട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ റൂഫിംഗ് ഷീറ്റിന്റെ ഏറ്റവും അടുത്ത ഡിസഡ്വാൻറ്റേജ് മഴക്കാലത്തുള്ള സൗണ്ടാണ്. മഴ പെയ്യുമ്പോൾ ടപ്പ എന്ന് പറഞ്ഞ് മഴയുടെ ഒച്ചയാണ്. ആ സൗണ്ട് നമുക്ക് ഒരു പരിധി വരെ ഇതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. നോർമൽ റൂഫായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര ഡിഗ്രി വരെ നമുക്ക് നോർമൽ കൂൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ഇതിന്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു തണൽ മരത്തിന്റെ അടിയിൽ ഇപ്പോഴത്തെ രീതിയിൽ ഈ ചൂട് സമയത്ത് നമ്മൾ ഒരു മരത്തിന്റെ അടിയിൽ ഇരിക്കുന്നതും ഈ ഷെഡിന്റെ അല്ലെങ്കിൽ ഈ റൂഫിന്റെ അടിയിൽ ഇരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ റൂഫിന്റെ അടിയിൽ നമ്മൾ ഈ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സെയിം സാധനം നമ്മൾ ഒരു തണൽ മരത്തിന്റെ അടിയിൽ ഇരിക്കുന്ന ഒരു എഫക്ട്, അതായത് ആംബിയൻ ടെമ്പറേച്ചർ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ് കാണിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ? മാനുഫാക്ചറിംഗ് പ്രോസസ് കാണിക്കാം. നമ്മൾ ഇവിടെ തന്നെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അതുകൊണ്ട് ഇതിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ് കാണിക്കാം അല്ലേ. ഇപ്പം രണ്ട് രീതിയിലുള്ളത് ഞാൻ കണ്ടു. ഒന്ന് ഈ റിബിലേക്ക് കൂടി വരുന്ന രണ്ട് ടൈപ്പിലുള്ള ഇതാണ് ഒരു ഷീറ്റ് ആയിട്ട് വരുന്നത് കൂൾ റൂഫ് എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി സാധാ റൂഫിംഗ് ഷീറ്റ് ഉണ്ട്, അതിന്റെ കൂടെ നമ്മൾ ഈ തെർമൽ ഇൻസുലേറ്റഡ് ഷീറ്റ് ആണ് ഈ XLP എന്ന് പറയുന്നത്. ഈ XLP നമ്മൾ ഒരു രണ്ട് പ്രോസസ്സിലൂടെ, അതായത് ഗമ്മിങ് ഉണ്ട്, ഹീറ്റിംഗ് ഉണ്ട്. ഹീറ്റ് ചെയ്ത് നല്ല ഹൈ പ്രഷറിൽ ഞങ്ങൾ ഇതിനെ ഒട്ടിച്ചെടുക്കുക. അതെ, നമ്മൾ JSW ഷീറ്റയിലാണ്, JSW ഓതറൈസ് ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ നമ്മൾ JSW ഷീറ്റയിലാണ് നമ്മൾ ഹീറ്റ് ആക്കിയിട്ട് അത് പിന്നെ ഈ പ്രോസസ്സിൽ കൂടെ നമ്മൾ ചെയ്യുകയാണ്. അതല്ലേ ഈ ഹീറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പം ഇപ്പം ഒട്ടിച്ചിട്ട് വരുന്ന സമയത്തേക്കും ഇതിപ്പം മുകളിൽ നല്ലോണം റൂഫിംഗ് ഷീറ്റ് ഹീറ്റ് ആവും. അതിലും കൂടുതൽ ഹീറ്റിലാണ് ഞങ്ങളുടെ മെഷീനറിയിൽ ഞങ്ങൾ ഹീറ്റ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ നോർമലി നമ്മുടെ റൂഫിംഗ് ഷീറ്റിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മളൊരു ഗേജ് മീറ്റർ വെച്ച് ഒരു തെർമോമീറ്റർ വെച്ച് ചെക്ക് ചെയ്താൽ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞ ഒരു 60 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഇപ്പോഴത്തെ രീതിയിൽ. ഓരോ സീസൺ കൂടുമ്പോൾ ഇത് കൂടി വന്നിട്ട് നമ്മുടെ ടെമ്പറേച്ചർ കൂടുവാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ അവിടെ കണ്ടത് ഗ്രേ ആണല്ലോ, ഇത് വരുമ്പോ ഒരു കളർ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? ഇത് റൂഫിംഗ് ഷീറ്റ് തന്നെയാണ്. ഇത് JSW തന്നെ സിൽവറോൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ JSW പ്രോഡക്റ്റ് ആണ്. ഫസ്റ്റ് പ്രിഫറൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീലർ ആയതുകൊണ്ട് അല്ലെ ഡിസ്ട്രിബ്യൂട്ടർ ആയതുകൊണ്ട് നമ്മൾ JSW ആണ് യൂസ് ചെയ്യുന്നത്. അതും നമ്മൾ യൂസ് ചെയ്യുന്നത് ഗാൽവാലിയം എന്ന് പറയുമ്പോൾ അലൂസിംഗ്, നോർമലി പറയുമ്പോൾ അലൂസിംഗിന്റെ തന്നെ ഏറ്റവും കൂടിയത് JSW തന്നെ ഇപ്പൊ മാർക്കറ്റിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും കൂടിയ ഷീറ്റിലാണ് നമ്മൾ ഇത് ചെയ്തു പോകുന്നത്. നമ്മുടെ നാട്ടിൽ അവൈലബിളില് ഏറ്റവും AZ 150 എന്ന് പറഞ്ഞ ഗ്രേഡിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. അത് ഗാൽവാലിയം കോട്ടിംഗ് ആണ്. ഈ AZ 150 എന്ന് പറഞ്ഞ ഒരു ഗ്രാം പെർ സ്ക്വയർ മീറ്റർ നമ്മൾ വെട്ടിയെടുത്ത 150 ഗ്രാം അലുമിനിയം സിങ്ക് ആണ്. ഗാൽവാലിയം കോട്ടാണ്. 150 ഗ്രാമിലുണ്ട്. കൊറോഷൻ റെസിസ്റ്റന്റ് ആയിരിക്കും, കൊറോഷൻ ഇച്ചിരി പാടായിരിക്കും കൊറോഷൻ കയറി പിടിക്കാനായിട്ട്. നമ്മളിപ്പോ GI ഒക്കെ പറയുമ്പോൾ ഗാൽവനൈസിംഗ് ഒക്കെ പറയുമ്പോൾ തന്നെ ഉള്ള ഒരു പ്രോസസ് ആണ് ഇതിന്റെ കോട്ടിംഗ് വരുന്നത്. ചോദിച്ചാൽ ഇത് കളർ പല കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത് ബെയർ ഫിനിഷ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒന്ന് ക്ലോസിൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിപ്പോ ഒരു GI ഒക്കെ ചെയ്ത ഒരു ഫിനിഷിലുള്ള അല്ലെ? അതെ, GI അല്ല, ഇത് ഗാൽവാലിയം ആണ്. അതെ, ഒരു ലുക്ക് ഒരു എന്താ പറയാ, ഒരു ഫിനിഷ് ആണ്. ഫിനിഷ് എന്ന് പറഞ്ഞ് പോകുന്നതാണ്. നമ്മളിപ്പോ ശ്രദ്ധിച്ചാൽ കൂടുതൽ എയർപോർട്ടും ഗവൺമെന്റ് പ്രോജക്ട്സ് ഒക്കെ മിൽക്ക് ഫിനിഷ് പ്രോഡക്റ്റിലേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇത് കളറിനെ അപേക്ഷിച്ച് ഒന്നും കൂടി ഒരു ടെമ്പറേച്ചറിന് വേരിയേഷനും കിട്ടും, കുറവ് കിട്ടും. ഇവിടെ ഒരു പ്ലെയിൻ കട്ടിംഗ് ഏരിയ വരുന്നത് അതെന്താ കാരണം? ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതിപ്പം അപ്പുറത്തെ സൈഡ് നോക്കിയാൽ ഫുൾ ഫിൽ. അതെ, അവിടെ ഞാൻ അതിന്റെ സ്റ്റാർട്ടിംഗ് മുതലേ കണ്ടു. ഇത് വാട്ടർ സ്പിൽവേ ആയിട്ട് ഞങ്ങൾ ഈ മഴ ഈ വെള്ളം ഡയറക്റ്റ് ആയിട്ട് ഇതേ ടച്ച് ചെയ്യാൻ ഇരിക്കാനായിട്ട് നമ്മൾ ഒരു ഗ്യാപ്പ് കൊടുക്കുന്നതാണ്. ഒരു 4-3 ഇഞ്ച് ഗ്യാപ്പ്. ഓവർലാപ്പിന് കസ്റ്റമർ പറഞ്ഞാൽ അത് ബേസ് ചെയ്ത് നമുക്ക് ഓവർലാപ്പ് ഇട്ട് കൊടുക്കും. ഓവർലാപ്പ് അതിപ്പോ കസ്റ്റം മെയ്ഡ് ആണ് കേട്ടോ. കസ്റ്റം മെയ്ഡ്, എല്ലാ പ്രോഡക്റ്റും കസ്റ്റം മെയ്ഡ്. ഇതൊന്നും റെഡി സ്റ്റോക്കിൽ കിട്ടുന്നതല്ല, നമ്മൾ ഓർഡർ അഗൈൻസ്റ്റ് നമുക്ക് ഓർഡർ. അതായത് നമ്മളിപ്പോ സാധാരണ കിട്ടുന്ന 8 അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 അടി കിട്ടും.
ഇതിൽ വരുമ്പോൾ നിങ്ങൾക്ക് അല്ല നമുക്ക് ഏത് സൈസിലും നിങ്ങൾക്ക് അടിച്ചു തരാം. ഏത് സൈസ് 13 അടിയോ 12 അടിയോ 13.5 അടിയോ 13 അരയാണെങ്കിലും ചെയ്യാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നിങ്ങളെ ഇപ്പൊ ഇടാൻ പോകുന്ന റൂഫ് ഷീറ്റ് ഇടാൻ പോകുന്ന ഏരിയ അളവ് കൂടുതൽ വരാതിരിക്കാൻ, സ്ക്വയർ ഫീറ്റ് ഏരിയ കൂടാതിരിക്കാൻ എങ്ങനെ വേണമെങ്കിലും ഏത് അളവിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് തരും. അപ്പൊ ചെയ്ത് കൊടുക്കാനുള്ള ടൈം എങ്ങനെ വരുന്നത്? ചെയ്ത് കൊടുക്കാൻ മാക്സിമം 1 വീക്ക്. ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞ് ഇത് ഹീറ്റ് ചെയ്താണ് വരുന്നത്. അപ്പൊ ആ ചൂടൊക്കെ ഒന്ന് ഇത് ചെയ്യാൻ നമുക്കൊരു ക്യൂറിംഗ് ടൈം ആയിട്ട് ഒരു 30 hours ഞങ്ങൾ ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്യൂറിംഗ് ടൈം ഇപ്പൊ ഇത് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇത് ക്യൂറിംഗ് ടൈമിനായിട്ട് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പൊ ആ ക്യൂറിംഗ് കഴിഞ്ഞ് ക്വാളിറ്റി അഷ്യൂർഡ് ആണെങ്കിൽ മാത്രമേ നമ്മളത് കസ്റ്റമർക്ക് സപ്ലൈ കൊടുക്കൂ. 2 ഐറ്റം നിങ്ങൾ അവിടെ കണ്ടു. ഇത് നല്ല ഗ്ലേസിംഗ് ഉള്ള സാധനമാണ്. ഇതിന് അത്രയും ഫിനിഷ് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇതാണ് കോസ്റ്റ്ലിയർ സാധനം. ലുക്ക് കുറഞ്ഞ സാധനമാണ് ഇച്ചിരി കോസ്റ്റ്ലിയർ. ഇത് അലൂപ്പറ്റ് എന്ന് പറയും ഇതിന്റെ ബേസ്. ഇത് അലൂപ്പറ്റ് എന്ന് പറഞ്ഞാൽ ഈ XLP അല്ല, അലുമിനിയം ഫോയിലാണ്, അലുമിനിയം ആണ് പ്യൂർ കൊടുത്തേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ മെറ്റ്പെറ്റ് ആണ്. ഇച്ചിരുടെ അലൂപ്പറ്റിനേക്കാൾ നമുക്ക് ഇച്ചിരുടെ വില താഴെ കൊടുക്കാൻ പറ്റും. പക്ഷെ ഞങ്ങൾ ഇത് റൂഫിന് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുമല്ലോ. ഇത് എന്ന് പറഞ്ഞാൽ മെറ്റ്പെറ്റ് വരുമ്പോൾ മെറ്റലൈസ്ഡ് പോളി എത്തിലീൻ ആണ്. മെറ്റലാണ് ബേസിക്കലി നമ്മുടെ GIയും അലുമിനിയം മാതിരി തമ്മിലുള്ള വ്യത്യാസം. അലുമിനിയം ആണ്, ഇളകിപ്പോ. ഇത് കുറച്ച് ഗ്രാജുവലി കുറച്ച് വർഷം കഴിയുമ്പോൾ ഈ ഹീറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇത് പയ്യെ പൊടിഞ്ഞു പോകുന്നു. അലൂപ്പറ്റ് അതേസമയം അങ്ങനെ ഒരു പ്രശ്നം വരുമല്ലോ. നമുക്ക് അലൂപ്പറ്റ് ആകുമ്പോൾ അലുമിനിയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ടെമ്പറേച്ചർ കുറവ് കിട്ടും, കുറച്ച് ചൂടും കുറയും, അതുപോലെ തന്നെ ലൈഫും കിട്ടും. അതുപോലെ തന്നെ നമുക്കൊന്ന് പ്രൈസ് കൂടി ഇപ്പൊ ഒന്ന് പറഞ്ഞാലോ? പ്രൈസ് പറയാം. ഇതിപ്പോ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പ് മോഡൽ ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് റിബ്ഡ് ടൈപ്പ് ഉണ്ട്, സീലിംഗ് ടൈപ്പ് ഉണ്ട്. റിബ്ഡ് ടൈപ്പ് ഏതാണ് നമുക്ക് കാണിച്ചിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ഇപ്പൊ കാണിച്ചത് ഇതെന്ത് മോഡലാണ് വരുന്നത്? ഇത് സീലിംഗ് മോഡൽ എന്ന് പറയും. സീലിംഗ് മോഡൽ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് ഞാൻ പറയാൻ വിട്ടുപോയതാ. ഇതെന്താന്ന് ചോദിച്ചാല് നമുക്ക് ഈ സീലിംഗ് മോഡൽ ഇട്ടിട്ടുണ്ടെങ്കിൽ റൂഫിംഗ് ഷീറ്റ് ആണെന്ന് പുറത്ത് ഈ ഉള്ളിൽ നിന്ന് നോക്കുന്ന ഒരാൾക്ക് റൂഫിംഗ് ഷീറ്റ് ആണെന്ന് മനസ്സിലാവില്ല. ഈ ഒരു എന്തോ സിൽവർ സാധനം പോയിട്ടുണ്ട് എന്നേ അവർക്ക് തോന്നുള്ളൂ. സാധാരണ റൂഫിംഗ് ഷീറ്റ് ആണെന്ന് ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. അതേസമയം റിബ്ഡ് പാറ്റേൺ ഉണ്ട്, അത് സെക്കൻഡ് പാറ്റേൺ. അത് ഈ പ്രൊഡക്ഷൻ എടുത്തോണ്ടിരിക്കുന്ന സാധനമാണ് റിബ്ഡ് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ റിബ്ഡ് പാറ്റേൺ ആകുമ്പോൾ നമുക്ക് മുകളിൽ ഇട്ടാല് ഷീറ്റ് ആണെന്ന് മനസ്സിലാവും. അതെ, ഇത് ഇവിടെയാണ് നമ്മൾ ഈ ഗമ്മ് ചെയ്യുന്ന സാധനം. ഇത് ഗമ്മിങ് ഹീറ്റിംഗ്, ഈ റോളർ ഹീറ്റ് ചെയ്താണ് ഗം ചെയ്യുന്നത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നല്ല ഹൈ പ്രഷറിൽ ഇതിനെ ഈ റോളറിന്റെ ഇടയിൽ കൂടെ പ്രസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കി അറിയാം, ആ ഒരു ചെറിയ ചൂട് ഉണ്ടാവും. ഇവിടെ തൊട്ട് നോക്കിയാലും നമുക്കൊരു ചെറിയ ഷീറ്റിൽ ഒരു ചെറിയ ഷീറ്റിൽ വരുമ്പോൾ അതിന്റെ ചൂടുണ്ട്. അത് ആ ഹീറ്റ് ചെയ്ത് വരുന്നതിന്റെ ആ ഒരു പ്രോസസ്സിന്റെ ചൂട് പ്രസ് ചെയ്ത് വരുന്നതിന്റെ. അതുകൊണ്ട് തന്നെയാണ് ഇത് 2 പ്രോസസ്സിൽ കൂടെ വരുന്നതുകൊണ്ട് ഇത് ഒരിക്കലും പൊളിഞ്ഞു പോകില്ലെന്ന് നമ്മൾ പറയും. രണ്ടിലും ഗം അപ്ലൈ ചെയ്യൂലേ? രണ്ടിലും ഗം അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ മാത്രമല്ല, മറ്റേതിന് ഞങ്ങൾ മാനുവൽ സ്പ്രേ ഗമ്മാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഇതിൽ നമുക്ക് മെഷീനറിയിലുള്ള ഗമ്മിങ് ആണ്. ആദ്യം റൂഫിംഗ് ഷീറ്റ് ഉണ്ടാക്കിയതിനു ശേഷം ഈ ഒരു രൂപത്തിൽ വന്നിട്ട് ഇതിലേക്ക് ആണ് പിന്നീട് പ്രോസസ്. റൂഫിംഗ് ഷീറ്റിന്റെ ഒരു വലിയൊരു തന്നെ ഒരു സംഭവം തന്നെ ഇവിടെ ഉണ്ട്. എല്ലാ കളേഴ്സും അവൈലബിൾ ആണല്ലേ? ഒരുപാട് കളേഴ്സ്, മെയിൻ കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇത്തിരി ഇതിലൊക്കെ വേറെ വെറൈറ്റി കളേഴ്സ് ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ട്. അത്യാവശ്യം എല്ലാ കളേഴ്സും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫാസ്റ്റ് മൂവിംഗ് കളേഴ്സ് എല്ലാം നമ്മുടെ ഉണ്ട്. അതല്ല, ഇതിപ്പോ പുറമേ കാണുന്ന ഭാഗമാണോ അല്ല അകത്തെ സൈഡാണോ? ഇത് പുറത്തുനിന്നുള്ള സാധനമാണ്. ഇത് ഓഫ് വൈറ്റ് കളറാണ്. അതെ, ഈ കളർ അങ്ങനെ പൊതുവെ അധികം കണ്ടുവരില്ല. ഇത് ക്ലാഡിങ്ങിനാണ് കൂടുതൽ, ക്ലാഡിംഗ് വർക്കിന് പോകുന്ന സാധനമാണ്. അതല്ലേ, നമ്മൾ GI ഗാൽവാലിയം, ഇതൊക്കെ ഗാൽവാലിയം കോയിലാണ്. പക്ഷെ ഇത് വരുന്നത് അലുമിനിയം കോയിലാണ്. അലുമിനിയം അതാണ് നിങ്ങൾക്ക് എഡ്ജിൽ ഇപ്പം ഇവിടെ കളർ വരുന്നുണ്ട്, ഇതിൽ കളർ ഇല്ല. അതുകൊണ്ട് അലുമിനിയം ചെയ്യുന്നുണ്ട്. അലുമിനിയം റൂഫും ചെയ്യുന്നുണ്ട്. അതും നമുക്കിപ്പോ എല്ലാ സൈസിലും ചെയ്യാൻ പറ്റും. അതും നമുക്ക് എല്ലാ സൈസിലും എങ്ങനെ വേണമെങ്കിലും ഈ കൂൾ റൂഫ് ആയിട്ട് കൊടുക്കാം, റൂഫിംഗ് ഷീറ്റ് ആയിട്ടും കൊടുക്കാം. അല്ല, അതിലൊരു കാര്യം വിട്ടുപോയി. നമുക്കിപ്പം ഇതില് വിരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇത് 1 മീറ്റർ മേച്ചിലാണ്. 1 മീറ്റർ നമ്മൾ ലേ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. 1 മീറ്റർ പ്ലസ് ഉണ്ടാവും. പ്ലസ് ഉണ്ട്, ഷീറ്റിന്റെ വിട്ട് 1 മീറ്റർ പ്ലസ് ഉണ്ട്. ഒരു റിബ് എക്സ്ട്രാ റിബ് അങ്ങനെ വരുന്നു. അപ്പൊ ഇതാണ് കോയിൽ വരുന്നത് അല്ലെ? കോയിലേക്ക് വരുമ്പോൾ ഇത് JSW, നമ്മൾ കംപ്ലീറ്റ് JSW സ്റ്റീൽ തന്നെയാണ്. ഇത് മാത്രമേ ബേസ് ആയിട്ടുള്ളൂ, അതല്ലാണ്ട് വേറെ ബ്രാൻഡ് ഒന്നും ചെയ്യുന്നില്ല. അല്ല, നമ്മൾ മെയിൻലി JSW ആണ്. വേറെ ബ്രാൻഡുകളും ഉണ്ട്, പക്ഷെ JSW സ്റ്റീൽ ആണ് ക്വാളിറ്റിയിലും എല്ലാ കാര്യങ്ങൾക്കും. JSW ആണ് മെയിൻ ആയിട്ടുള്ളത്. JSW തന്നെ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ടോപ്പ് ഗ്രേഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് കാണാനൊരു ചെറിയ ടയർ പോലെ ഉണ്ടെങ്കിലും ഞാൻ വെയിറ്റ് ജസ്റ്റ് വായിച്ചപ്പോ 4 ടണ്ണെന്ന് കണ്ടു. ഇത് കാണാൻ ഇത്രേ ഉള്ളൂ, പക്ഷെ ഇത് 4 ടണ്ണിന്റെ കോയിലാണ് ഇരിക്കുന്നത്. ഇത് 4.2 ടൺ. അത് ഗ്രോസ് വെയിറ്റ് നെറ്റ് വെയിറ്റ് വരുമ്പോൾ 4200 കിലോയുടെ ഒരു സാധനമാണ്. ഇതിന്റെ ലെങ്ത് ഇതിൽ മാർക്കാണ്. ഇതുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞ AZ 150 GSM ആണ്. ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ ലെങ്ത്. നമ്മൾ ഇവിടുന്ന് അഴിച്ചു വിട്ടാൽ അത് 1.5 കിലോമീറ്റർ നീളം. 1.5 കിലോമീറ്റർ ഉള്ള കോയിലാണ് ഈ കാണുന്നത്. 2 കിലോമീറ്റർ ലെങ്ത് വരെയുള്ള കോയിലാണ് നോർമലി വരുന്നത്. 5 ടൺ വരെയുള്ള കോയിലാണ് നമുക്ക് വരുന്നത്.
പിന്നെ നമുക്ക് ഏതൊക്കെ പ്രൊഡക്റ്റ് ആയി? പിന്നെ നമുക്ക് എല്ലാ ഇതുകൊണ്ട് ഇപ്പൊ വുഡ് ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ ക്ലാഡിങ്ങിനായിട്ട് വുഡ് ഫിനിഷിന്റെ സെയിം രീതിയിൽ ക്ലാഡിംഗ് ഷീറ്റ് നമുക്ക് ചെയ്തെടുക്കാം. ഇതും നമുക്ക് കൂൾ റൂഫിങ് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പൊ സൈഡിൽ നമ്മൾ ക്ലാഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ചുമ്മാ ചെന്ന് തട്ടിയാൽ ഇപ്പൊ കേട്ട സൗണ്ട് മാതിരി, പക്ഷെ നമ്മൾ കൂൾ റൂഫ് ചെയ്ത് ആ സൗണ്ടും കേൾക്കുമല്ല. ഇച്ചിരി സോളിഡ് ആയിട്ട് ഇപ്പൊ ഈ WPC-നെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വരെ പറ്റും അല്ലേ? ഓക്കെ ഓക്കെ. ഇതാകുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്ലാസ്റ്റിക് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് റീസെയിൽ ചെറിയൊരു വാല്യൂ ഉണ്ട്. പിന്നെ ഇത് വരുമ്പോൾ സമയത്തേക്ക് അതൊക്കെ റിംഗിൾ ഫിനിഷ് എന്ന് പറയുന്നത്, റിംഗിൾ ഫിനിഷ്, അതായത് ഒരു സ്പാറ്റർ പോലെയുള്ള റിംഗിൾ ഫിനിഷ് ആണ്. ഇതൊക്കെ കൂടുതലും ക്ലാഡിംഗ് വർക്കിന് സാധനമാണ്. പക്ഷെ എല്ലാം AZ150 JSW റൂഫിനും പോവാം. പക്ഷെ നോർമലി ഇതൊക്കെ കൂടുതലും ഇതുപോലത്തെ ഈ ബോർഡ് വർക്കിന്, ഇന്റീരിയർ ആയിട്ട് പാനലിംഗ് അല്ലെ ക്ലാഡിംഗ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഷീറ്റ് എന്ന് പറയുന്നത്, സിൽവർ JSW ഷീറ്റ്. അതിപ്പോ ഓരോന്ന് ആവശ്യക്കാരനുസരിച്ചിട്ട് നമുക്ക് എല്ലാ തിക്നെസ്സിലും അവൈലബിൾ ആണ്. ഇവിടെ JSW നമുക്ക് 3.5 മുതൽ 6.0 വരെ അവൈലബിൾ ആണ്. 3.5, 4.0, 4.5, 5.0, 6.0 നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ആണെങ്കിൽ 0.6 mm 0.60 mm തിക്നെസ്, 6 mm അല്ല, 0.6 mm. 0.6 mm തിക്നെസ് ഉണ്ടാവും 60 എന്ന് പറഞ്ഞാൽ. അപ്പൊ അതാണ് വരുന്നത്. കളേഴ്സിലേക്ക് വരുമ്പോൾ ഗ്രേ ഉണ്ട്. അത് ഗ്രേ എന്ന് പറയും. ഇത് ശരിക്കും ഗ്രീൻ ഷെയ്ഡ് ഒരു ഗ്രേ വരുന്നല്ലേ? വേറൊരു ഗ്രേ ആണ്. ഒരു നല്ല രസമുള്ള കളർ തന്നെ. വെറൈറ്റി ആയിട്ടുള്ള എന്താ ഐറ്റംസ് ഉള്ളത്? വെറൈറ്റി ആയിട്ട് നമുക്ക് ഗ്രേ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വൈൻ റെഡ് ഉണ്ട്, കോഫി ബ്രൗൺ ഉണ്ട്, ഏത് കളേഴ്സ് വേണമെങ്കിലും കിട്ടും. വൈറ്റ് ഉണ്ട്. അതാണ് കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാ കളേഴ്സും അത്യാവശ്യം അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് മെയിൻ ഇതെന്ന് പറഞ്ഞാൽ 0.25 മുതൽ അവൈലബിൾ ആണ്. അതല്ലേ? ഞാനിപ്പോ ഇപ്പൊ പറഞ്ഞ ഷീറ്റുകൾ നമ്മൾ ഇതിന്റെ വർക്ക് കൂടി എടുക്കുന്നതാണ്. നിങ്ങൾ ആ ഒരു ടൈപ്പ് അധിക ഷോപ്പിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ അത് അങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല. ഇപ്പൊ ചിലപ്പോ ഒരു കടക്കാരന് അത് ഡീലറിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഡീലർ ഇപ്പൊ ഇതിന്റെ ഒരു 10 അടി എടുത്തുകൊണ്ട് കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്യുന്നെങ്കിൽ കസ്റ്റമറിന് ചിലപ്പോൾ വേണ്ടത് 11 അടി ആയിരിക്കും, ഇല്ല 12 അടി ആയിരിക്കും. അപ്പൊ അവർക്കത് അവരുടെ ഡെഡ് സ്റ്റോക്ക് ആയിട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സാധാരണ റൂഫിംഗ് ഷീറ്റ് ആണെങ്കിൽ കട്ട് ചെയ്ത വലിയ വേസ്റ്റ് ഇല്ല. ഇതാകുമ്പോ വേസ്റ്റേജിന്റെ ഒരു പ്രൈസ്. ഇതിപ്പോ നമുക്ക് ഏത് അളവിലും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടോ, എല്ലാം ഓർഡർ അഗൈൻസ്റ്റ് ആണ് ചെയ്തു പോകുന്നത്. അപ്പോ ഇത് ഡയറക്റ്റ് കസ്റ്റമറിലേക്കാണ്? ഡയറക്റ്റ് കസ്റ്റമേഴ്സ് കൊണ്ട് നമുക്ക് ഡീലേഴ്സിലും നമുക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? അതായത് ഇപ്പൊ കസ്റ്റമർ ഇപ്പം നമ്മളെ വ്യൂവേഴ്സ് ഡയറക്റ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമുക്കിപ്പം നമ്മുടെ അടുത്ത് ഡീലേഴ്സ് ഉണ്ടെങ്കിൽ ഡീലർ ത്രൂ നമ്മൾ സപ്ലൈ കൊടുക്കും. സാധാ റൂഫിംഗ് ഷീറ്റ് അല്ലാതെ മറ്റേ നമ്മളിപ്പോ പറഞ്ഞ കൂൾ റൂഫ് അങ്ങനെയാണോ ചെയ്യുന്നത്? അതെ, കൂൾ റൂഫ് അങ്ങനെയാണ്. അത്യാവശ്യം പോയിന്റുകളിലൊക്കെ നമുക്ക് ഡീലേഴ്സ് ഉണ്ട്. അപ്പൊ റൂഫിംഗ് ഷീറ്റ് ആണെങ്കിൽ നമ്മുടെ ഡീലർ ത്രൂ തന്നെ പോകും. പിന്നെ കൂൾ റൂഫ് ആകുമ്പോൾ നമ്മളത് നോക്കി ചിലപ്പോൾ ഡീലർ ത്രൂ പോകും, ചില സമയത്ത് ഡയറക്റ്റ്. അപ്പൊ ഏതായാലും ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്തോ. ഏത് സൈസിലുള്ളതും അവൈലബിൾ ആവുന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ നമുക്ക് ഇതിൽ നമ്മളിപ്പോ XLP പറഞ്ഞല്ലോ, XLP എന്ന് പറയുന്ന സമയത്ത് ക്രോസ് ലിങ്ക്ഡ് പോളി എത്തിലീൻ എന്ന് പറയാം. നമ്മുടെ ഫോം തന്നെ അല്ലേ? ശരിക്കും ഫോം അല്ലേ? ഫോമാണ് വരിക, പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. പെട്രോളിയം പ്രോഡക്റ്റ്. അപ്പോ അതില് ഈ തിക്ക് വേരിയേഷൻ വരുത്താൻ പറ്റും. ഇപ്പൊ നമുക്കിപ്പം ഇപ്പൊ കണ്ടെയ്നർ കൂടുതൽ ഒരാൾക്ക് കൂടുതൽ വേണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്ന 3 തിക്നെസ്സിലാണ്. 6 ഉണ്ട്, 9 ഉണ്ട്, 13 ഉണ്ട്. പിന്നെ ബേസ് റൂഫിംഗ് ഷീറ്റ് നമ്മൾ 3.5 സ്റ്റാർട്ടിങ്. 3.5 നമുക്ക് മിനിമം കിട്ടും. 3.5 സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കസ്റ്റമർക്ക് 4.0 ആണ് അല്ലെ 5.0 ആണ് വേണ്ടെങ്കിൽ അതിന്റെ സ്പെക് അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. കസ്റ്റമറിന്റെ സ്പെക് അനുസരിച്ചാണ്. പക്ഷെ ഞങ്ങൾ 3.5 താഴെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ 0.25, 0.28, 0.30 എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആണ്. അത് ആവശ്യപ്പെട്ടേ ചെയ്തു കൊടുക്കും. ഞങ്ങൾ അതിൽ 3.5 താഴെ ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നില്ല. 3.5 നെബോ ആണ്. കസ്റ്റമർക്ക് ലൈഫ് കിട്ടണമല്ലോ. നമ്മളൊരു പ്രോഡക്റ്റ് വിറ്റ് കഴിയുമ്പോൾ അതിന്റെ ക്വാളിറ്റി നമ്മളെപ്പോഴും പ്രീമിയം പ്രോഡക്ട്സ് ആണ് മാർക്കറ്റിൽ ഇറക്കുന്നത്. അപ്പൊ കസ്റ്റമറിന് നല്ല സാധനം ചെല്ലണം. ചിലപ്പോൾ നമുക്ക് അതിലൊരു 2 രൂപ അല്ലെങ്കിൽ 3 രൂപയുടെ കുറവേ വരുന്നുള്ളൂ. അതൊരു വലിയൊരു ഫാക്ടർ അല്ല. ഓക്കെ, ഇത്രയൊക്കെ വരുന്നത്. ഇനിയിപ്പോ നമുക്കൊരു പ്രൈസ് കൂടി പറഞ്ഞാലോ? ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് JSW ഏറ്റവും ഏറ്റവും AZ150 ഗ്രേഡ്, അതായത് ഏറ്റവും കൂടിയ ഷീറ്റില് നമ്മൾ ഈ XLP ഏറ്റവും ബെസ്റ്റ് ഗ്രേഡിൽ നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്ക് ഒരു 70 rupees എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാം. 70 എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിംഗ് GST? യെസ്, ഇൻക്ലൂഡിംഗ് GST. ഇൻക്ലൂഡിംഗ് GST 70 രൂപക്ക് നിങ്ങൾക്ക് ഒരു സ്ക്വയർ ഫീറ്റ് അല്ല, ഒരു സ്ക്വയർ ഫീറ്റിന് 70 രൂപക്ക് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ. നമുക്ക് ഹിഡൻ ആയിട്ടുള്ള വേറെ ചാർജസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് വരുന്നത്. ഇനി ഒരുപാട് പ്രോഡക്റ്റ് ഇങ്ങനെ ലൈനപ്പിൽ കിടക്കുന്നുണ്ട്. എല്ലാത്തിന്റെയും പ്രൈസ് പറയാന്ന് വെച്ചാൽ ഞാൻ ഇന്ന് വീഡിയോ അവസാനിപ്പിക്കലുണ്ടാവില്ല. ഒരുപാട് സംഭവം ഉണ്ട്, വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. കുറച്ച് ഷോർട്ടും കാര്യങ്ങളും പിന്നെ ലെയറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ നമ്പർ ഓടിക്കുന്നുണ്ട്, നിങ്ങൾ വിളിച്ച് ചോദിക്കുക.
പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യൂ കേട്ടോ. വാട്സാപ്പിൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ വാൾ ക്ലാഡിംഗ് ആയാലും മറ്റുള്ളതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അയച്ചു കേട്ടോ. അപ്പൊ ഏതായാലും താങ്ക് യു സാൻ ചെസ്, പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഒന്ന് അയച്ചു കൊടുത്തേക്ക്. ഈ വീഡിയോ വെച്ച് അതിന്റെ പുതിയ വിഷയം വേണ്ടി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്, സൈനിങ് ഔട്ട്.